നമസ്കാരം. തിരക്കുപിടിച്ച ഈ ഓട്ടപ്പാച്ചിലിടയിൽ പലപ്പോഴും നമ്മുടെ സ്വന്തം ആരോഗ്യകാര്യങ്ങൾ നമ്മൾ മറന്നുപോകാറില്ലേ? സത്യം പറയാലോ, പലപ്പോഴും നമുക്കതിന് സമയം കിട്ടാറില്ല. പക്ഷെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന 10 ലളിതമായ ശീലങ്ങളെക്കുറിച്ചുള്ളൊരു വിശകലനമാണ് നമ്മളിന്ന് നടത്തുന്നത്. നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 1. ചെറിയ ചുവടുവെപ്പുകൾ. 2. ശരീരത്തെ പോഷിപ്പിക്കുക. 3. ചലനം, വിശ്രമം, പിന്നെ പോസ്ചർ. 4. മനസ്സിനെ ശാന്തമാക്കുക. 5. ഈ പുതിയ ദിനചര്യകൾ എങ്ങനെ തുടങ്ങാം? അപ്പോ റെഡിയല്ലേ? ആദ്യത്തെ കാര്യം തന്നെ വളരെ സിമ്പിളാണ്. ചെറിയ ചുവടുവെപ്പുകൾ, വലിയ മാറ്റങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഈ പുതിയ ശീലങ്ങളിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്ന്? ഒരൊറ്റ വാക്ക്: കൺസിസ്റ്റൻസി, അഥവാ സ്ഥിരത. ഒറ്റയടിക്ക് ജീവിതമങ്ങ് മാറ്റിമറിക്കണം എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. വളരെ ലളിതമായ കാര്യങ്ങൾ, പക്ഷെ അത് സ്ഥിരമായി ചെയ്യുക. അതാണ് ശാരീരികമായും മാനസികമായും വലിയ റിസൾട്ടുകൾ തരുന്നത്. നിങ്ങൾ എത്ര കഠിനമായി ഒരു കാര്യം ചെയ്യുന്നു എന്നതിനേക്കാൾ എത്രത്തോളം സ്ഥിരമായി അത് ചെയ്യുന്നു എന്നതാണിവിടെ പ്രധാനം. ഇനി രണ്ടാമത്തെ ഭാഗം നമ്മുടെ ശരീരത്തെ എങ്ങനെ പോഷിപ്പിക്കാം എന്നതാണ്. ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണവും വെള്ളവുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നമ്മുടെ ശരീരത്തിന്റെ 60% വെറും വെള്ളമാണ്. അപ്പോൾ അത് എത്രത്തോളം പ്രധാനമാണെന്ന് ഊഹിക്കാമല്ലോ. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. മാത്രമല്ല, കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, നമ്മുടെ മാനസികമായ ഫോക്കസ് കൃത്യമാക്കാനും ഇത് സഹായിക്കുമെന്ന് വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഇനി ഭക്ഷണത്തിന്റെ കാര്യം. മധുരം ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല, അല്ലേ? പക്ഷേ ആഡഡ് ഷുഗർ അഥവാ പഞ്ചസാര കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്നൊരു എനർജി വരുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ നമ്മൾ ആകെ തളർന്നുപോവും. തടി കൂടാനും പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾക്കും ഇത് കാരണമാകും. എന്നാൽ അതിനു പകരം പച്ചക്കറികൾ, പഴങ്ങൾ, ലീൻ പ്രോട്ടീനുകളൊക്കെ അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റാണെങ്കിലോ, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുകയും ദിവസം മുഴുവൻ നല്ല ആക്റ്റീവായിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോ ഈ പറഞ്ഞത് നമുക്കൊന്ന് ചുരുക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പുറത്തു പോകുമ്പോൾ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല കളർഫുള്ളായ പച്ചക്കറികളും പ്രോട്ടീനും ഉൾപ്പെടുത്തുക. പിന്നെ എപ്പോഴെങ്കിലും മധുരം കഴിക്കാൻ തോന്നുമ്പോൾ കൃത്രിമ മധുരത്തിനു പകരം നല്ല നാച്ചുറലായ പഴങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. വളരെ സിമ്പിൾ അല്ലേ? നമ്മുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാം. ചലനം, വിശ്രമം, പിന്നെ ശരീരത്തിന്റെ പോസ്ചർ. 7 മുതൽ 9 മണിക്കൂർ വരെ. ഇതാണ് മുതിർന്ന ഒരാൾക്ക് ദിവസവും വേണ്ട ഉറക്കത്തിന്റെ കണക്ക്. പലരും ഉറക്കത്തിന് അത്ര വലിയ പ്രാധാന്യം നൽകാറില്ല എന്നതാണ് സത്യം. എന്നാൽ കൃത്യമായ ഉറക്കം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഓർമ്മശക്തി കൂട്ടാനും നമ്മുടെ മൂഡ് എപ്പോഴും ഫ്രഷാക്കി നിർത്താനും സഹായിക്കും. എന്തിന്, ശരീരഭാരം നിയന്ത്രിക്കാൻ പോലും നല്ല ഉറക്കം അത്യാവശ്യമാണ്. ഇനി വ്യായാമത്തിന്റെ കാര്യം. വ്യായാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ജിമ്മിൽ പോയിട്ടുള്ള ഹെവി വർക്കൗട്ടൊന്നും ആലോചിക്കേണ്ട കേട്ടോ. ദിവസവും വെറും ഒരു 30 മിനിറ്റ് മാറ്റിവെച്ചാൽ മതി. ഒരു ചെറിയ നടത്തം, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെച്ചിങ്, അതും അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള യോഗ. ഇത് മതി നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. എനർജി ലെവൽ കൂട്ടാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇത് സൂപ്പറാണ്. ഇതിന്റെ കൂടെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്: നമ്മുടെ പോസ്ചർ. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചേ. കൂനിക്കൂടിയാണോ ഇരിക്കുന്നത്? നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ശരിയായ രീതിയിലുള്ള പോസ്ചർ കീപ്പ് ചെയ്താൽ പേശികളിലെയും ജോയിന്റുകളിലെയും സ്ട്രെയിൻ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല, ഇത് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മെച്ചപ്പെടുത്താനും നിങ്ങളെ കൂടുതൽ കോൺഫിഡന്റായി ഫീൽ ചെയ്യാനും സഹായിക്കും. നാലാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ തിരക്കേറിയ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാമെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സില്ലാത്തവരായി ആരുമില്ല, അല്ലേ? ഇവിടെയാണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷന്റെ പ്രാധാന്യം. ദിവസവും രാവിലെ ഒരു 10-15 മിനിറ്റ് ഒന്ന് നിശബ്ദമായി ഇരുന്നു നോക്കൂ. മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഈ ഒരു ലളിതമായ ശീലം അന്ന് മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നൽകും. ഇത് ടെൻഷൻ കുറച്ച് നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് അടിപൊളിയാക്കും. ഇനി ഈ 20-20-20 റൂൾ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ഫോണിലോ ലാപ്ടോപ്പിലൊക്കെ നോക്കിയിരിക്കുന്നവരല്ലേ? അപ്പോൾ കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ ഈ ഒരു റൂൾ അടിപൊളിയാണ്. അതായത് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ഒരു 20 അടി ദൂരത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് കൃത്യം 20 സെക്കൻഡ് നേരത്തേക്ക് നോക്കി നിൽക്കുക. ഇത് സ്ക്രീൻ നോക്കി ഉണ്ടാകുന്ന മെന്റൽ ഫാറ്റിഗ് മാറ്റാൻ വളരെ നല്ലതാണ്. മനസ്സിനെ കൂളാക്കാനുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദി തോന്നുന്ന ഒരു 3 കാര്യങ്ങൾ എവിടെയെങ്കിലും എഴുതിവയ്ക്കുക.
ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റുകയും നിങ്ങളെ ശരിക്കും സന്തോഷവാന്മാരാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഈ ഡിജിറ്റൽ ലോകത്തു നിന്നൊന്നും മാറി നിന്ന് പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിയിൽ സമയം ചെലവഴിക്കാനോ ഒക്കെയായി കുറച്ച് സമയം നിങ്ങൾക്കായി തന്നെ മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവസാനമായി 5ാമത്തെ ഭാഗം. ഈ പുതിയ ദിനചര്യകൾ നമുക്കെങ്ങനെ പ്രായോഗികമായി തുടങ്ങാം? ഈ പറഞ്ഞ 10 കാര്യങ്ങളും കേട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ അഡ്വൈസ് ഇതാണ്: ഈ 10 ശീലങ്ങളും ഒരേ സമയം ചെയ്യാൻ ആരും ശ്രമിക്കരുത്. ആദ്യം വളരെ സിമ്പിളായ 2-3 ശീലങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. അത് സ്ഥിരമായി ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതും എന്നാൽ സ്ഥിരതയുള്ളതുമായ മാറ്റങ്ങളാണ് എപ്പോഴും ഏറ്റവും വലിയ റിസൾട്ടുകൾ നൽകുന്നത്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ കണ്ട ഈ ശീലങ്ങളിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ആ 2 കാര്യങ്ങൾ ഏതാണ്? അതിപ്പോൾ തന്നെ തീരുമാനിക്കുക.